ഇനി നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിട്ടോ. നല്ല വെയിലല്ലേ ഇപ്പോൾ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ ലുലുവിൽ വന്നതായിട്ടോ. ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതൊക്കെ നടന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാട്ടോ നമ്മുടെ കസിൻസിനെയൊക്കെ കണ്ടത്. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഷോപ്പിങ്ങിന് പോയി നമ്മൾ അപ്പേൻ്റെ കൂടെ വന്നതാട്ടോ. ഇത് അപ്പേൻ്റെ ഫാമിലിയാണ്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ എപ്പോഴും അപ്പേൻ്റെ വീട്ടിലായിരിക്കും. അയ്യോ പണ്ടത്തെ കുരുത്തക്കേടൊക്കെ ഓരോന്ന് ഇങ്ങനെ പറയും. പണ്ട് കുറച്ച് കുരുത്തക്കേടായിരുന്നു ഞാൻ ആ ഒരു സമയത്ത്. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റിൽ ഇങ്ങനെ അച്ഛനോട് എപ്പോഴും സൈക്കിളിൻ്റെ കാര്യം പറയായിരുന്നേ. അപ്പോൾ എനിക്ക് അച്ഛൻ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. ഇങ്ങനെ അപ്പേൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു ദിവസം അപ്പോൾ ഇങ്ങനെ ഷോപ്പിൽ കൊണ്ടുപോയി എനിക്ക് ഇഷ്ടപ്പെട്ട സൈക്കിളൊക്കെ വാങ്ങിത്തന്നു. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി പിന്നെ നേരെ പോയത് വെട്ടിയാട് പള്ളിയിലാട്ടോ. വെട്ടിയാട് പള്ളിയിൽ ഇവിടെ ആണെങ്കിൽ നല്ല രസമൊക്കെ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കാൻ. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് ഫാമിലിയായിട്ട്. ഇവിടെ നല്ല രസമൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ പ്ലേസാണ്. നമ്മൾ കുറേ നേരം അതിൻ്റെ അകത്ത് ഇരുന്ന് കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ടായതുകൊണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു ശല്യം ആകണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി, അല്ലെങ്കിൽ നമ്മളെ അവിടെ നടിച്ചിറക്കും. അതുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങി ബീച്ചിലോട്ട് പോയി കേട്ടോ. ഈ തവണ കടലിൽ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. ഓരോ തവണ എനിക്ക് തോന്നുന്നു കടൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഈ തിരമാല അടിക്കുന്ന അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ എല്ലാം ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും കടലിൽ പോകുമ്പോൾ സൂക്ഷിക്കുക.